ശരി, നമുക്ക് കോഴിക്കോട് മാനാഞ്ചിറയിലേക്ക് പോകാം. അവിടെ ഏത് നിമിഷവും ഗവർണർ എത്താൻ ഉള്ള സാധ്യതയുണ്ട്. അദ്ദേഹം അങ്ങോട്ടേക്ക് പുറപ്പെട്ടിരുന്നു. പോലീസ് സുരക്ഷ വേണ്ട, തനിക്ക് കേരളത്തിലെ ജനങ്ങൾ തന്നെ സ്നേഹിക്കുന്നുണ്ട്, താൻ അല്ലാതെ തന്നെ സുരക്ഷിതനായി നടന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മാനാഞ്ചിറയിലേക്ക് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത ഒരു യാത്രയല്ല ഇത്. പക്ഷേ പോലീസിന് അവരുടെ ചുമതല നിർവഹിക്കാതെയും തരമില്ല. പോലീസ് അതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അവിടെ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായിട്ട്. ഷഹീദ്, എപ്പോൾ പ്രതീക്ഷിക്കുന്നു ഗവർണറെ? ഈ സുരക്ഷ വേണ്ട എന്ന് പറഞ്ഞാലും പോലീസിന് പിന്മാറി നിൽക്കാനും പറ്റില്ലല്ലോ. ദിവിഷ, തീർച്ചയായും അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് മാനാഞ്ചിറയിലേക്ക് ഗവർണർ എത്തും. മാവൂർ റോഡിൽ ഗവർണർ ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നേരത്തെ ഷെഡ്യൂൾ ചെയ്യാത്ത രീതിയിൽ വളരെ അപ്രതീക്ഷിതമായാണ് കോഴിക്കോട് നഗരം ഞാൻ സന്ദർശിക്കാൻ പോവുകയാണ്, പോലീസ് സംരക്ഷണമില്ലാതെ നഗരത്തിലൂടെ താൻ നടക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതേ തുടർന്നാണ് നേരിട്ട് അദ്ദേഹം കോഴിക്കോട്ടേക്ക് തിരിച്ചിരിക്കുന്നത്. SFIയുടെ വെല്ലുവിളി, പ്രതിഷേധം ഒക്കെയുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം ഈ രീതിയിൽ കടുത്ത പ്രതിഷേധം തനിക്കെതിരെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും താൻ വകവെക്കുന്നില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം, അത് പ്രാവർത്തികമായി കാണിച്ചു കൊടുക്കുക എന്നുള്ള പല ഉദ്ദേശങ്ങളും അദ്ദേഹത്തിനുണ്ടാകാം. അത് നടപ്പാക്കാൻ വേണ്ടി കൂടിയാണ് അദ്ദേഹം കോഴിക്കോട്ടേക്ക് തിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോഴിക്കോട് മാനാഞ്ചിറയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെയാണ് അദ്ദേഹം എത്തുക. അല്പസമയത്തിനകം എത്തും. കോഴിക്കോട് നഗരത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മാനാഞ്ചിറയ്ക്ക് ചേർന്ന് നിൽക്കുന്ന SM സ്ട്രീറ്റിലേക്ക് അദ്ദേഹം നടന്നു പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ പദ്ധതി എന്താണെന്ന് പോലീസിനും ഇക്കാര്യത്തിൽ അവ്യക്തതയുണ്ട്. ഏത് രീതിയിലാണ് അദ്ദേഹം ഇക്കാര്യത്തെക്കുറിച്ച് കോഴിക്കോട് നഗരം കാണുക എന്നുള്ള പ്രഖ്യാപനം ഏത് രീതിയിലാണ് പ്രാവർത്തികമാക്കുക എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു അറിവൊന്നും പോലീസിന് ഇക്കാര്യത്തിൽ വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിൽ എന്താണ് സംഭവിക്കുക എന്ന് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. നേരത്തെ മുൻകൂട്ടി പ്ലാൻ ഇല്ലാത്തതാണ്. ഇപ്പോൾ ഈ ഒരു വെല്ലുവിളിയുടെ ഭാഗമായിട്ട് കൂടിയാണല്ലോ അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഈ ഏറ്റുമുട്ടലുകളുടെ ഒരു ഫലമായിട്ടാണല്ലോ ഇങ്ങനെ തനിക്ക് പോലീസിന്റെ സംരക്ഷണം ആവശ്യമില്ല. അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം, കേരളത്തിലെ പോലീസ് എന്ന് വെച്ചാൽ രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് തന്നെയാണ്. പക്ഷെ അവർക്ക് അവരുടെ ജോലി നിർവഹിക്കാനുള്ള സാഹചര്യമില്ല, അതിനവരെ വിട്ടു നൽകുന്നില്ല എന്ന നിലയ്ക്കാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തനിക്ക് ഈ പോലീസ് സുരക്ഷയില്ലാതെ തന്നെ താൻ നടന്നു കാണിക്കും അതൊരു വെല്ലുവിളി അർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇത് എങ്ങനെ പോലീസ് ഈ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും? ദിവിഷ, ഭരണഘടനാപരമായി കേരളത്തിന്റെ തലവനാണ് ഗവർണർ, സംസ്ഥാന ഗവർണർ എന്നുള്ളതാണ്. ഒപ്പം തന്നെയാണ് ഈ ഭരണകക്ഷിയിലെ വിദ്യാർത്ഥി സംഘടന പ്രത്യക്ഷ സമരത്തിലുണ്ട്. ഭരണകക്ഷിയിലെ പല സംഘടനകളും ഗവർണർക്കെതിരെ പ്രതിഷേധം എതിർപ്പുമായി രംഗത്തുണ്ട്. പക്ഷേ പ്രത്യക്ഷ സമരവുമായി SFI രംഗത്തുണ്ട്. ഇത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഡിലേമയാണ്, ആശയക്കുഴപ്പമാണ്. ഏത് രീതിയിലാണ് ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈ SFIയുടെ പ്രതിഷേധങ്ങളിൽ കണ്ടതും കൂടിയാണ്. പ്രത്യക്ഷത്തിൽ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ നേരിട്ടിറങ്ങി റോഡിലിറങ്ങി വളരെ പ്രത്യക്ഷമായി ഗവർണർക്കെതിരെ പ്രതിഷേധമുയർത്തുന്നു. സർവകലാശാലകൾ പ്രതിഷേധത്തിന്റെ അരങ്ങായി മാറുന്നു. പ്രതിഷേധ ബാനറുകൾ ഉയരുന്നു. അതിനെതിരെ ഗവർണർ നേരിട്ട് വാഹനത്തിൽ നിന്നിറങ്ങി അതിരൂക്ഷമായ ഭാഷയിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നു. പോലീസ് ഭരണകക്ഷിയുടെ ഒപ്പം നിൽക്കുകയാണ്, സമരക്കാർക്ക് വേണ്ടി SFIക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ അതിരൂക്ഷമായ വിമർശനം പോലീസിനെതിരെ ഉയരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ഈ കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ട്. ദിവിഷെ, ഒപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം, അദ്ദേഹം ക്രിസ്ത്യൻ കോളേജ് പള്ളിക്കടുത്ത് അദ്ദേഹം ഇറങ്ങി അവിടെ വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തി വിദ്യാർത്ഥികളെ കാണുന്നു എന്നുള്ളൊരു വിവരം കൂടി മാനാഞ്ചിറക്കടുത്തുള്ള CSI പള്ളിയിൽ സമീപം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കാൻ കഴിയില്ല, കാരണം നമ്മളെല്ലാവരും ഇപ്പോൾ മാനാഞ്ചിറയാണുള്ളത്. പക്ഷേ വരുന്ന വഴി, ഈ മാനാഞ്ചിറയ്ക്ക് എത്തുന്ന വഴിയാണ് CSI പള്ളിയുള്ളത്. അവിടെ അദ്ദേഹം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ സ്കൂളുണ്ട്, രണ്ട് സ്കൂളുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ കുട്ടികളുമായി അദ്ദേഹം സംസാരിക്കുന്നു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെ വഴി, അതായത് കോഴിക്കോട് നഗരത്തിലേക്ക് നേരത്തെ അല്ലാതെ ഒരു അറിയിപ്പ് ചെന്നിട്ടുണ്ടോ, അതോ തീർത്തും അപ്രതീക്ഷിതമായി നേരെ ഗവർണർ അങ്ങോട്ടേക്ക് ചെല്ലുവാണോ? ഈ വിഷയക്കാര്യത്തിലൊക്കെ അവ്യക്തത നിൽക്കുകയാണ്. സ്കൂളിലേക്ക് നേരത്തെ ഒന്നും മുൻകൂട്ടി അറിയിപ്പൊന്നും ലഭിച്ചിട്ടുണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ പോലീസ് സംവിധാനത്തിനും മറ്റുള്ളവർക്കും ഒക്കെ ഇത് അറിയേണ്ടതായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹത്തിന്റെ അൺപ്രഡിക്റ്റബിൾ ആയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നഗരത്തിലേക്കുള്ള വഴിയിൽ കോഴിക്കോട് നഗരത്തിലേക്ക് പ്രവേശിച്ചു. കാണുന്ന ആദ്യം ഒരു സ്കൂൾ കാണുന്നു, അവിടെ അദ്ദേഹം കയറി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനി അതല്ല, ഒരുപക്ഷെ സ്കൂളിലെ പ്രധാനാധ്യാപകനും ഒക്കെ തൊട്ടു മുമ്പെങ്കിലും ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല. ഏതായാലും ഇക്കാര്യം നമുക്ക് ഇനിയും അറിയേണ്ടതുണ്ട്. ഏതായാലും സ്കൂളിൽ അദ്ദേഹം പ്രവേശിച്ചു, കുട്ടികളുമായി സംസാരിക്കുന്നു. അതിനുശേഷം മാനാഞ്ചിറയിലേക്ക് വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അടിമുടി അവ്യക്തതകൾ അല്ലെങ്കിൽ പ്രവചനാതീതമായ രീതിയിലേക്ക് കാര്യങ്ങൾ മറികടക്കുന്ന രീതിയിൽ ഒരുവിധം പോലീസുകാരൊക്കെ സർവകലാശാലയും അതിനുമായി ചേർന്ന പരിസരങ്ങളിലാണ്. അപ്പൊ അത്രയും വലിയൊരു പോലീസ് സേന കോഴിക്കോട് നഗരത്തിലുണ്ടോ? ഏതെങ്കിലും വിധത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ അതിനെ നിയന്ത്രിക്കാൻ ഭാഗത്തുള്ള പോലീസ് സേനയുണ്ടോ ഇപ്പോൾ അവിടെ?
സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ACP DCP ഉൾപ്പെടെയുള്ളവർ എല്ലാവിധം കോഴിക്കോട് നഗരത്തിലുള്ള മുഴുവൻ സേനാ മേധാവികൾ ഉൾപ്പെടെയുള്ളവർ മറ്റ് പോലീസ് സംവിധാനങ്ങൾ എല്ലാവരും ഇപ്പോൾ മാനാഞ്ചിറ പരിസരത്തായി നിൽക്കുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തെ അനുഗമിക്കുന്ന പോലീസ് സംവിധാനവുമുണ്ട്. അവരാണിപ്പോൾ സ്കൂളിൽ അദ്ദേഹം ഇറങ്ങിയപ്പോൾ അവിടെ പരിസരത്തുള്ളത്. SFIയുടെ ഇതുവരെ പരസ്യമായൊരു പ്രതിഷേധമൊന്നും SFI ഇതുവരെ ഇവിടെ മാനാഞ്ചിറയിൽ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒരു ഏതെങ്കിലും തരത്തിൽ അപ്രതീക്ഷിതമായ പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് ഇനിയും അറിയേണ്ടതുണ്ട്. പക്ഷേ നിലവിൽ SFI പ്രഖ്യാപിച്ചൊരു പ്രതിഷേധം മാനാഞ്ചിറയിൽ ഉണ്ടായിട്ടില്ല. കാരണം അത് ഇദ്ദേഹത്തിന്റെ സന്ദർശനം തന്നെ നമ്മൾ പറഞ്ഞതുപോലെ പ്രഖ്യാപിക്കപ്പെടാത്തതാണ്. അപ്രഖ്യാപിതമായൊരു സന്ദർശനം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായൊരു സന്ദർശനമാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ഇതുവരെ SFIയുടെ ഭാഗത്തുനിന്ന് വിവരം ലഭിച്ചിട്ടില്ല. പക്ഷേ അപ്രതീക്ഷിതമായ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉയരുമോ എന്നുള്ളൊരു ആശയക്കുഴപ്പവും അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പോലീസിന്റെ സുരക്ഷാ സംവിധാനം ഇവിടെ വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം നമുക്കറിയാം SM സ്ട്രീറ്റിന്റെ പല ഭാഗങ്ങളിലൂടെയും പല വഴികളിലൂടെയുമൊക്കെ ആളുകൾക്ക് എത്താൻ കഴിയുന്ന ഒരു പ്രദേശമാണ് SM സ്ട്രീറ്റ്. കോഴിക്കോടിന്റെ പൈതൃക നഗരമാണ്. നിരവധി ആയിരക്കണക്കിന് കടമുറികളുണ്ട്. അതിനിടയിൽ കൂടെയൊക്കെ വഴികളുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ളത് പോലീസിന് വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പഴുതടച്ച രീതിയിലുള്ള ഒരു സുരക്ഷ ഒരുക്കേണ്ട ഒരു കാര്യം പോലീസിനുണ്ട്. പക്ഷേ അത് എത്രത്തോളം സാധ്യമായിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വളരെ അപ്രതീക്ഷിതമായാണ് ഈ സന്ദർശനം ഉണ്ടായിരിക്കുന്നത്. മുൻകൂട്ടി പോലീസിനെ സേനയൊക്കെ ഇങ്ങോട്ട് എത്തിച്ച് ആ രീതിയിലുള്ള കാവലൊരുക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഇനിയും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഏതായാലും അതൊന്നും ഗവർണർ വകവെക്കുന്നില്ല. അദ്ദേഹം അതൊന്നും കണക്കിലെടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരും അവിടെ അല്ലാതെ ആവശ്യങ്ങൾക്ക് വന്ന ആളുകളും ഒക്കെ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ഒരുപക്ഷെ റോഡിന് ഇരുവശവും തടിച്ചുകൂടാൻ ഇടയുണ്ട്. ഇനി ഗവർണർക്ക് പിന്തുണ അർപ്പിച്ച് ചിലപ്പോൾ ചില മുദ്രാവാക്യങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയെങ്കിൽ അതിനെ എതിർത്തും ഇനിയുള്ള 2-3 മണിക്കൂർ കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടാണ്. അദ്ദേഹത്തിന്റെ വാഹനങ്ങൾക്ക് മുന്നോടിയായുള്ള തീർച്ചയായും നമുക്ക് കാണാമെന്ന് കരുതുന്നു. ഗവർണറുടെ വാഹനവ്യൂഹം ആണെന്ന് അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹമാണ് വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BM സ്കൂളിൽ അദ്ദേഹം ഇറങ്ങി. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടു, അല്ലെങ്കിൽ വാഹനത്തിൽ കയറി. നമുക്കിപ്പോൾ കാണുന്നത് ഈ വാഹനത്തിന്റെ മുൻനിരയാണ്. അതിനെല്ലാം ഗവർണറുടെ വാഹനവ്യൂഹമാണുള്ളത്.